പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന ഡിമിട്രിയോസ് ഡയമന്റാക്കോസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഡിമിട്രിയോസിനെ സ്വന്തമാക്കാനായിട്ട് ഇപ്പോൾ നിരവധി ഐഎസ്എൽ ടീമുകൾക്കാണ് താല്പര്യമുള്ളത്. നേരത്തെ ഡിമിട്രിയോസിനെ സ്വന്തമാക്കാനായിട്ട് ഈസ്റ്റ് ബംഗാളായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നുള്ള വാർത്ത അനുസരിച്ച് മുംബൈ സിറ്റി എഫ് സി ആണ് ഡിമിട്രിയോസിനെ സൈൻ ചെയ്യാനായിട്ട് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. IFTWC റിപ്പോർട്ട്സിനനുസരിച്ച് താരം മുംബൈ സിറ്റി എഫ് സിയുമായിട്ട് അഡ്വാൻസ്ഡ് ടോക്സിലാണ് എന്നുള്ളതാണ്. ഡിമിട്രിയോസ് നേരത്തെ ഈസ്റ്റ് ബംഗാളുമായിട്ട് ടേംസ് ഒക്കെ അഗ്രി ചെയ്തെങ്കിലും ഇപ്പോൾ നിലവിലെ ഗോൾഡൻ ബൂട്ട് വിന്നറിനെ സൈൻ ചെയ്യാനായിട്ട് മുംബൈ സിറ്റി എഫ് സി ആണ് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് IFTWC റിപ്പോർട്ട് ചെയ്യുന്നത്. മുംബൈ സിറ്റി എഫ് സിക്കും ഒരു സ്ട്രൈക്കറിന്റെ ആവശ്യം അനിവാര്യമാണ്. കാരണം അവരുടെ സ്ട്രൈക്കറായുള്ള ഡയാസ് ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈസ്റ്റ് ബംഗാളിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അവരുടെ സ്ട്രൈക്കറായിരുന്ന ക്ലൈറ്റൺ സിൽവ ക്ലബ്ബ് വിട്ട് പോയത് കൊണ്ട് തന്നെ അവർക്കും ഡിമിട്രിയോസിനെ പോലത്തെ ഒരു സ്ട്രൈക്കറിനെ ആവശ്യമുണ്ട്. ഈസ്റ്റ് ബംഗാൾ അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സി ഈ രണ്ട് ടീമുകളും ഡിമിട്രിയോസിനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. ഡിമിട്രിയോസിനെ ഏത് ടീമായിരിക്കും സ്വന്തമാക്കുക എന്ന് നമുക്ക് ഉടനെ തന്നെ അറിയാൻ സാധിക്കും. ഇപ്പോൾ വരുന്ന റൂമറുകളൊക്കെ ശരിയാണെങ്കിൽ താരം പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് മുംബൈ സിറ്റി എഫ് സിയിലേക്കാണ്. അതിനോടൊപ്പം തന്നെ ഈസ്റ്റ് ബംഗാളും ഡിമിട്രിയോസിന് ഓഫർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിട്ടുള്ള രാഹുൽ KPയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞുപോയ സീസണിൽ അത്ര മികച്ച പ്രകടനം പുറത്തെടുക്കാനായിട്ട് രാഹുൽ KPക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ താരത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങളും വന്നിരുന്നു. ഇന്ന് ഒരു ആരാധകൻ രാഹുൽ KPയോട് ക്ലബ്ബ് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് രാഹുൽ KP ഇന്ന് രാവിലെ സ്റ്റോറി ഇടുകയും ഉണ്ടായിരുന്നു. താൻ ക്ലബ്ബ് വിടണമെന്നുള്ളത് തൻ്റെ മാത്രം ആവശ്യമല്ലെന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയൊക്കെ ആവശ്യമാണ് എന്നും ആ ഒരു ആരാധകൻ ആ ഒരു മെസ്സേജിൽ കൂട്ടിച്ചേർത്തിരുന്നു. അതിന് ചുട്ട മറുപടിയായിരുന്നു രാഹുൽ KP കൊടുത്തിട്ടുണ്ടായിരുന്നത്. താൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു നിലയിലെത്തിയതെന്നും തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുമെന്നും ഞാൻ ഒരുപാട് ടഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോഴും ഈ ഒരു ആരാധകരൊന്നും കണ്ടില്ല എന്നുമായിരുന്നു രാഹുൽ KPയുടെ മറുപടി. തനിക്ക് തന്റെ പാരന്റ്സ് ആണ് ഇമ്പോർട്ടന്റ് എന്നും ആരാധകർ എന്ത് പറഞ്ഞാലും തന്നെ അത് ബാധിക്കില്ലെന്നും രാഹുൽ പറഞ്ഞിരുന്നു. മാത്രമല്ല താൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമെല്ലാം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.